ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം ഒരു ദിനം കൂടി ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നാം ചിന്തിക്കുന്നു. ഈ ലേഖനത്തിലെ 3-ാമത്തെ വിഷയം 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കൊരിന്ത്യർ അയച്ച എഴുത്തിന്റെ മറുപടിയാണ്. 6 ഭാഗങ്ങളിലായിട്ട് നാം ചിന്തിക്കുന്നത്. അതിലെ 1-ാമത്തെ ഭാഗം, അതിന്റെ 7-ാമത്തെ അധ്യായം വിവാഹം എന്ന വിഷയമാണ്. ഈ ഭാഗത്തെ നമ്മൾ 4ആയിട്ട് വിഭാഗിച്ച് പഠിക്കുന്നു. 1-ാമത്തെ ഭാഗം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ, വിവാഹത്തോട് അനുബന്ധിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു. 2-ാം ഭാഗം 8 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ, വിവിധ ഗ്രൂപ്പുകൾക്കായിട്ടുള്ള ഉപദേശങ്ങൾ. അതിന്റെ 3-ാം ഭാഗം 17 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ, വിളിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ തുടരുക എന്ന പ്രബോധനം. അതിന്റെ 4-ാമത്തെ ഭാഗം 25 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങൾ, അവിവാഹിതരോടുള്ള ഉപദേശം. ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതിന്റെ 2ഉം 3ഉം ഭാഗങ്ങളാണ്. അതായത് 8 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ. രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് 1 Corinthians chapter 7 verse 8 to 24. അതിന്റെ 2-ാമത്തെ ഭാഗം വിവിധ ഗ്രൂപ്പുകൾക്കായിട്ടുള്ള ഉപദേശങ്ങൾ. 3 ഗ്രൂപ്പുകളെ ഇതിൽ ഉദ്ദേശിക്കുന്നു. 1-ാമത്തെ ഗ്രൂപ്പ്, അതിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ, വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടുമുള്ള ഉപദേശം. ഹല്ലേലൂയ. വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടുമുള്ള ഉപദേശം. അതിന്റെ 8-ാമത്തെ വാക്യം വേഴ്സ് 8. വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു. വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു. അവർക്ക് കൊള്ളാം, കൊള്ളാം എന്നല്ലാതെ ഉത്തമമാണെന്ന് പറയുന്നില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിലോ അല്ലെങ്കിൽ പ്രവൃത്തികളുടെ പുസ്തകങ്ങളിലോ പൗലോസിന് ഭാര്യയോ മക്കളോ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു, പൗലോസ് വിവാഹിതനായിരിക്കാനാണ് ഏറെ സാധ്യത. അതിന്റെ കാരണങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ അവൻ ഏകനായിട്ട് ദൈവത്തിന്റെ വേല ചെയ്യുന്നുണ്ടെങ്കിലും, സ്തോത്രം, 8-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം. 9-ാം വാക്യം, ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, അയലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. വേദഭാഗം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചിട്ട്. But if they cannot exercise self-control, they should marry, for it is better to marry than to burn with passion. സ്തോത്രം. ഇംഗ്ലീഷിൽ വായിക്കുന്നു, but if they cannot exercise self-control, they should marry, for it is better to marry than to burn with passion. ഹല്ലേലൂയ. ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ, ജിതേന്ദ്രിയത്വം ഒരു വരമാണ്. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നു സെൽഫ് കൺട്രോൾ, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തുവാനുള്ള വരം. ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, അഴലുന്നതിനേക്കാൾ, അതായത് വികാര പാരവശ്യത്തോടും അതുപോലെ അതൃപ്തിയോടും കൂടെ കഴിയുന്നതിനേക്കാൾ, വികാര പാരവശ്യത്തോടും
അതൃപ്തിയോടും കൂടെ കഴിയുന്നതിനേക്കാൾ നല്ലത് വിവാഹം ചെയ്യുന്നതാണ്. മൂലഭാഷയിലെ ആശയം ഇപ്രകാരമാണ്: വികാരത്താൽ ജ്വലിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നത് ഏറെ നല്ലത്. ഇവിടെ ഇംഗ്ലീഷിൽ അതാ എഴുതിയിരിക്കുന്നത്, ബേൺ വിത്ത് പാഷൻ. സ്തോത്രം. ഈ ആത്മീക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് ഏകരായിട്ട് ജീവിക്കാം എന്ന തീരുമാനമെടുത്ത ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ടാ അവര് പോയതെന്ന് തോന്നുന്നു. അഴലുകയാ. ഭയങ്കര മൂശാട്ടയാ ഇങ്ങനെയുള്ള ആളുകൾക്ക്. എല്ലാരും ഇല്ല, ചിലര്. പഴയ വനിതാ കമ്മീഷനെ ഓർത്താൽ മതി, അവരൊന്നും ഒന്നുമില്ല. ഞങ്ങൾക്കറിയാവുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. അവള് ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തു, കല്യാണം കഴിക്കുന്നില്ല. പെന്തക്കോസ്ത് വിശ്വാസിയാ, ഇവിടെ ജനിച്ചു വളർന്നതാ ആള്. അവള് തീരുമാനം എടുത്ത് ഞാൻ കല്യാണം കഴിക്കുന്നില്ല, അവരുടെ സഭയിലെ ഒരു അമ്മയായിട്ട് പോവാ. ഞാനിത് അറിഞ്ഞുകൊണ്ട് എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഇവള് നിൽക്കുവോ? എനിക്ക് അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു. അവൾ ആ തീരുമാനത്തിൽ മുമ്പോട്ട് പോയി. അപ്പൊ ഈ അമ്മയാകാന്ന് പറഞ്ഞാല് ഒരു കുട്ടിയെ വിവാഹം കഴിക്കുന്നത് പോലെ അവൾക്ക് കൊടുക്കുവാൻ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സഭയ്ക്ക് കൊടുത്തായി വിടുന്നത്. വലിയ ഫംഗ്ഷനൊക്കെയാ. അങ്ങനെ ആള് പോയി. ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴ് ആളിനെ പോയി കാണുകയും ചെയ്തു. ഏതാണ്ട് ഒരു വർഷത്തിനുള്ളില് അവളെ കണ്ടപ്പോ സത്യത്തിൽ വിഷമം തോന്നി. കാരണം വെള്ളയൊക്കെ ഇട്ട് ഒരു വർഷത്തിനുള്ളിൽ ഏതായാലും ആള് വീട്ടിലെത്തി. എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. തൂക്കണം, തുടയ്ക്കണം, തുണി കഴുകണം, ഉള്ള ജോലി മുഴുവൻ ചെയ്യണം. ആള് നാട്ടിലെത്തി, വീട്ടിലെത്തി. അവള് കല്യാണം കഴിച്ചു. ഒരു 3-4 പിള്ളേർ പടപെടാന്നങ്ങുണ്ടായി. അപ്പോഴും ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇപ്പോഴാ അവള് ശരിക്കും അമ്മയായത്. ഇതൊരു ആവേശത്തിന്റെ പുറത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നു. അതിന്റെ 10-11 വേദഭാഗങ്ങൾ. വിവാഹം കഴിഞ്ഞവരോടുള്ള ഉപദേശം. അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചാട്ട്. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. ഭാര്യ ഭർത്താവ് വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. സ്തോത്രം. ആത്മനിശ്വസിതമായിട്ട്, അതായത് ആത്മാവിന്റെ ഗൈഡൻസിൽ താൻ പറയുന്ന വാക്കുകളും അതുപോലെ കർത്താവിന്റെ നേരിട്ടുള്ള കൽപ്പനയും പൗലോസ് പ്രത്യേകമായിട്ട് പറയുന്നു. ഇവിടെ താൻ എടുത്തെഴുതിയിരിക്കുന്നു, വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ പറയുന്നത്. 11-ാം വാക്യം. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നു കൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നു കൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. ഇത് വിശ്വാസികളായ ഭാര്യ ഭർത്താക്കന്മാരോടുള്ള പ്രബോധനമാണ്. ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിവാഹം കഴിഞ്ഞവരോട് ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് കർത്താവിന്റെ കൽപ്പന എന്താണ്? 2 വേദഭാഗങ്ങൾ. ഒന്നാമത്തേത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം, അതിന്റെ 3 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 3-9. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏതു കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. കണ്ണി ചെയ്താട്ട് 9 വരെയുള്ള വാക്യങ്ങൾ.
ശകുന്ത സിസ്റ്റർ ഒന്ന് റീഡ് ചെയ്തു. മറ്റൊരാൾ വായിച്ചാട്ട്. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. സ്തോത്രം. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. പ്രകാരം നാം വായിച്ചു, പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യേശുവിനെ അവർ പരീക്ഷിച്ച് ചോദിക്കുന്നത്. എന്താണ് വേദഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്? Deuteronomy chapter 24 verse 1 to 4. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അവളെ ഉപേക്ഷിച്ച് മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയുടെ മുമ്പാകെ അറപ്പാവുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. സ്തോത്രം. ഇതിന്റെ 1-2 വേദഭാഗങ്ങൾ ഇപ്രകാരം നമ്മൾ വായിച്ചു. ഒരു പുരുഷൻ സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായത് വല്ലതും കണ്ടിട്ട് അവന് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരീശന്മാർ അവന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? പരീശന്മാരുടെ ചോദ്യത്തിന് മറ്റൊരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. ഈ ഉപേക്ഷണ പത്രത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ 2 അഭിപ്രായഗതികൾ ഉണ്ടായിരുന്നു. അവരുടെ 2 റബിമാർ അവരെ പഠിപ്പിച്ചത് 2 നിലകളിലായിരുന്നു. ഒന്നാമത്തേത്, ഏത് കാരണവശാലും ഒരുവന് ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് അവരുടെ റബിയായ ഹില്ലയിൽ പഠിപ്പിച്ചു. രണ്ടാമതൊരു റബി ഷമ്മായി, പരസംഗത്താൽ മാത്രമേ ഭാര്യയെ ഉപേക്ഷിക്കാവൂ എന്ന് ഷമ്മായിയും പഠിപ്പിച്ചു. സ്കൂൾ ഓഫ് ഹില്ലയിൽ ആൻഡ് സ്കൂൾ ഓഫ് ഷമ്മായി ഒരു പഠിപ്പിച്ച സ്ഥാപനങ്ങളാണ്. അപ്പോൾ പരീശന്മാരുടെ ചോദ്യത്തിന് മറ്റൊരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. ഒന്ന്, ആവർത്തന പുസ്തകത്തിൽ മോശ എഴുതിയിരിക്കുന്നത്. 2, പരീശന്മാരുടെ ചോദ്യത്തിന് ഈ വിഷയവും ഈ റബിമാർ അവരെ പഠിപ്പിച്ചതും ഒരു പശ്ചാത്തലമായിരുന്നു. സ്തോത്രം. മടങ്ങി വരുന്ന മത്തായിയുടെ സുവിശേഷത്തിലേക്ക്. അതിന് യേശു അവരോട് ഉത്തരം പറയുന്നു, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും,
ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്യുന്നു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? എവിടെയാ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ, ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 27. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സ്തോത്രം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഒരു വേദഭാഗം കൂടി, 2-ാം അധ്യായം 24-ാമത്തെ വാക്യം കൂടി, ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 24. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. സ്തോത്രം. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അപ്പോൾ യേശു അവരോട് പറയുന്നു, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്യുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ, രണ്ട് വ്യക്തികളെ തമ്മിൽ യോജിപ്പിക്കുന്നത് മനുഷ്യനോ പുരോഹിതനോ അല്ല, മറിച്ച് ദൈവമാണ്. സ്തോത്രം. വിവാഹത്തിന്റെ അദൃശ്യ വശം അത് ദൈവം യോജിപ്പിക്കുന്നു എന്നതും, ദൃശ്യവശം ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം ഉടമ്പടി ചെയ്ത് യോജിക്കുന്നു എന്നതുമാണ്. വിവാഹം നടക്കുമ്പോൾ വിവാഹത്തിന്റെ അദൃശ്യവശം, നമ്മൾ കാണാത്ത ഒരു വശം, അത് ദൈവം യോജിപ്പിക്കുന്നു. നമ്മൾ കാണുന്നത് ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം ഉടമ്പടി ചെയ്ത് യോജിക്കുന്നു. മലാക്കി പുസ്തകം എടുത്താട്ട് 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക. അവൾ നിന്റെ കൂട്ടാളിയും ധർമ്മപത്നിയുമല്ലോ. അത് ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നത്? But you say, why does he not? Because the Lord was witness between you and the wife of your youth, to whom you have been faithless, though she is your companion and your wife by covenant. അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. She is your companion and your wife by covenant. ധർമ്മപത്നി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, വൈഫ് ബൈ കവനന്റ്. അതായത് ഉഭയസമ്മതത്തിന്റെ ഭാര്യ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിവാഹം നടക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം ഉടമ്പടി ചെയ്ത് യോജിക്കുന്നു. ദൈവം അതിന്റെ പുറകിലുണ്ട് അദൃശ്യനായിട്ട്. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട് പറയുന്നു, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത്? അതല്ലേ ആവർത്തന പുസ്തകത്തിൽ നാം വായിച്ചത്. മോശ കൽപ്പിച്ചത് യേശു നിഷേധിച്ചു എന്ന് പരീശന്മാർ ചിന്തിച്ചു. യേശു അവരോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. സ്തോത്രം. മോശ കൽപ്പിച്ചതല്ല. നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഗത്യന്തരമില്ലാത്തതിനാൽ മോശ സമ്മതിച്ച കാര്യമാണ്
ആവർത്തന പുസ്തകം 24 അധ്യായത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ നാം വായിക്കുന്നു, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അത് ആദർശയോഗ്യമായ ദൈവത്തിന്റെ പ്രസ്താവനയായിരുന്നു. എന്നാൽ ആവർത്തന പുസ്തകത്തിൽ നാം കാണുന്നത് ആദർശം പരിപാലിക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ പരാജയപ്പെട്ട സന്ദർഭത്തെ കൈകാര്യം ചെയ്യുന്ന മോശയുടെ പ്രസ്താവനയാ. ദൈവം അതല്ല ആഗ്രഹിച്ചത്. ദൈവം യോജിപ്പിച്ചത് വേർപിരിഞ്ഞു പോകുവാൻ ഒരിക്കലും ദൈവം ആഗ്രഹിച്ചിട്ടില്ല. നിവർത്തിയില്ലാത്തതുകൊണ്ട് മോശ അവരെ അനുവദിച്ചു. സ്തോത്രം. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷണം അനുവദിക്കപ്പെടാതിരുന്ന ആദിയിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അവരെ കൂട്ടിച്ചേർത്തത് വേർപിരിക്കുവാനല്ല. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികളായിട്ട് കടന്നു വന്ന ആരും പിന്നീട് പരസംഗം ചെയ്ത് ആ ഒരു നിലയിലേക്ക് പോകുമെന്ന് കരുതാനും വയ്യ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 18 വാക്യം. ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സ് 18. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ എല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചുള്ള വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. സ്തോത്രം. ഇവിടെ വായിക്കുന്നു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഇത് യേശുവിന്റെ കൽപ്പനയാണ്. അപ്പോസ്തോലിക ഉപദേശങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ചോദ്യം, പിന്നെന്താ ഈ പെന്തക്കോസ്ത് സഭകളിൽ ഡൈവോഴ്സ് കൂടുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ജീവിത പങ്കാളിയെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ അതെന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം? ചിന്തിക്കാറുണ്ടോ? അതിന്റെ ഉത്തരം ഞാൻ പറയാം. നേഴ്സ് ആദ്യമായി കുഞ്ഞിനെ നമ്മുടെ കരങ്ങളിലേക്ക് തരുന്ന നിമിഷം മുതൽ ഈ വിഷയം ഓർത്ത് നാം പ്രാർത്ഥിച്ചു തുടങ്ങണം. നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് ഭ്രാന്താണ്. 1 മാസം പോലും പ്രായമില്ലാത്ത ഒരു കുഞ്ഞിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒരു മാസം പോലും പ്രായമായില്ല എന്നത് ശരിയാ. പക്ഷെ ചോദ്യം, രണ്ടാമത്തെ മാസം നീ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, നീ അങ്ങ് സത്തുപോയാൽ എന്ത് സംഭവിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ സ്വന്തം കുഞ്ഞിനു വേണ്ടി ഒരപ്പന്റെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പിന്നെ ആര് പ്രാർത്ഥിക്കും? കർത്താവിന്റെ വരവ് വരെയും ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ.
പ്രാർത്ഥന ആരംഭിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം കൊച്ച് പ്രായപൂർത്തിയാകുന്ന വർഷം മുതലല്ല. നമ്മള് 19 വയസ്സോ 21 വയസ്സോ ആകാനിരിക്കുക. പെൺകുട്ടികൾക്ക് 19ഉം ആൺപിള്ളേർക്ക് 21ഉം അല്ലെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്ന് പറഞ്ഞ് ജോളി സിസ്റ്റർ ഈ കല്യാണം കഴിക്കാനുള്ളവരുടെ ലിസ്റ്റിനകത്ത് പിള്ളേരുടെ എല്ലാം കൂടി പേരൊന്നും എഴുതണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഉത്തരവാദിത്വമാ. സഭയെ പേരിട്ടോളും 19, 21 ഒക്കെ വയസ്സാകുമ്പോ. അല്ലെങ്കിൽ ഈ അലുക്കുലത്ത് കേസുകളൊക്കെ വന്ന് കേറും. പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ കാര്യമായിട്ട് പറയുക. നമ്മൾ വിചാരിക്കുക പെന്തക്കോസ്തിൽ ഇങ്ങനെയൊക്കെ വരും. അയ്യോ വരും. ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ രാജ്യത്ത് ഞങ്ങളുടെ കൺമുൻപിൽ നടക്കുന്ന കാര്യങ്ങളാണ്. 5 വർഷം മുമ്പ് നടന്നൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോഴും ലൈവാ. ഇവിടെ ജനിച്ചു വളർന്ന ഒരു പയ്യൻ, അപ്പനും അമ്മയും പാരമ്പര്യ പെന്തക്കോസ്തിൽ അന്നും ഇന്നും നിൽക്കുന്നവർ. അവരെല്ലാവരും ഇവിടെ നല്ല ജോലിയിൽ ആയിരിക്കുന്നവർ. അവന്റെ വിവാഹം കഴിഞ്ഞു. നല്ലൊരു വിവാഹം, 2 കുഞ്ഞുങ്ങളുണ്ടായി. കുഞ്ഞുങ്ങൾ വളർന്നു. സ്കൂളിൽ പഠിക്കുന്ന 8ഉം 10ഉം വയസ്സ് പ്രായമായി. ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞു അവന് വേറൊരു ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടെന്ന്. ബാറിൽ പോയപ്പോ അവിടുന്ന് കിട്ടിയതാ. മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന സ്ഥിരം വന്ന് പ്രൈസ് ദി ലോർഡ് തന്നോണ്ടിരുന്ന ആളാ. എന്താ സംഭവിക്കുന്നേ? നമ്മുടെ ജീവിതത്തിലും പറ്റിക്കൂടാത്ത കാര്യമൊന്നുമല്ല ഈ പറയുന്നേ. സംഭവിക്കാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് 21 വയസ്സ് വരെ കാത്തിരിക്കേണ്ട, ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങുക. എന്റെ കുഞ്ഞുങ്ങൾ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, 3 പേരും. ഞാനിത് പ്രാർത്ഥിക്കുന്നത്, എന്റെ വല്യമ്മച്ചി ഇത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾ ഇത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരോട് ഞാനും ഈ ഉപദേശം കൊടുക്കുക. ഇപ്പം വിവാഹം കഴിക്കാനിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, കുഞ്ഞുങ്ങളുണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയെ തന്ന് നിങ്ങൾക്കൊരു പൈതലിനെ ദാനമായിട്ട് തരുന്ന ആ നിമിഷം മുതൽ കർത്താവിന്റെ വരവ് വരെയും ദൈവമുള്ള തലമുറയെ ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇത്രയും ഡൈവോഴ്സ് പെന്തക്കോസ്ത് ഗോളത്തിൽ നാം കാണുന്നത്. വളരെ വേദനയോടെ പറയുന്നത്. 3-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നു. ഇന്ന് ഒരുപാട് വേദഭാഗങ്ങള് ആ പാരഗ്രാഫ് കംപ്ലീറ്റ് എടുക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് വേഗത്തിൽ പോകുന്നു. അതിന്റെ 3-ാമത്തെ ഭാഗം മിശ്രവിവാഹം ചെയ്തവരോടുള്ള ഉപദേശം. 12 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. അതിന്റെ 12ഉം 13ഉം വേദഭാഗങ്ങൾ വായിച്ചായിട്ട് വേഴ്സ് 12 and 13. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല, ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല,
ഞാൻ തന്നെ പറയുന്നത്. ഒരു സഹോദരന് അവിശ്വാസിയായ ഒരു ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്. മുൻപേ പറഞ്ഞു കർത്താവിന്റെ കൽപ്പന ഉണ്ടായിരുന്നു, മുമ്പേ പറഞ്ഞ വിഷയത്തിൽ. ഇത് നേരിട്ടുള്ള കർത്താവിന്റെ കൽപ്പനയില്ല, ഇത് അപ്പസ്തോലിക ഉപദേശമാണ്. കർത്താവല്ല ഞാൻ തന്നെ പറയുന്നു. വിശ്വാസിയായ ഒരു സ്ത്രീ അവിശ്വാസിയായ ഒരു പുരുഷനെ വിവാഹം കഴിക്കുമോ? പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന ഒരു കൊച്ചിന്റെ കാര്യം പറയാം. 1 വർഷം ആയിട്ടില്ല, 1 വർഷം തികഞ്ഞിട്ടില്ല. അപ്പനും അമ്മയ്ക്കും ഒരേ ഒരു മകൾ, ആണും പെണ്ണുമായിട്ട്. അപ്പനും അമ്മയും പെന്തക്കോസ്ത് വിശ്വാസികൾ. ഇവൾ ചെറുപ്പം മുതൽ സൺഡേ സ്കൂളിൽ പോയവള്, യൂത്തിൽ ആക്റ്റീവ് ആയിരുന്നവള്, കൊയറിലുള്ളവള്. ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയോട് പറഞ്ഞു, ജോലിയുണ്ട് മമ്മി, ഇന്ന് 2 മണി മുതൽ 5 മണി വരെ എനിക്കൊരു ട്രെയിനിങ് ഉണ്ട്, അപ്പം മൊബൈൽ സൈലന്റ് ആയിരിക്കും. 5 മണി കഴിഞ്ഞു, അമ്മ മോളെ വിളിച്ചപ്പോ ലോങ് റിംഗാ. അവൾ ഫോൺ എടുത്തു, അമ്മയോട് പറഞ്ഞു, ഞാനിപ്പോൾ കോഴിക്കോട്ടാ. ഞാൻ ഒരാളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ വന്നതാ. ഇത് കേട്ടോണ്ടിരുന്ന അപ്പൻ കസേരയിൽ നിന്ന് ബോധം കെട്ട് താഴെ പോയി. ആണും പെണ്ണുമായിട്ട് ഒറ്റ കൊച്ച്. കല്യാണം കഴിക്കാൻ പോകുന്നത് ഹിന്ദു വിശ്വാസത്തിലുള്ള ഒരു പയ്യൻ, ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാര്. ഞാനിത് വെറുതെ പറയുന്നതല്ല, എന്റെ ഭാര്യ അവളോട് സംസാരിച്ച് ഇതിനകത്തിലൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാ. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ആ പയ്യനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇവൾ അവിടെ പോയി ഇറങ്ങി, അവളുടെ മദറിന്റെ കൂടാണ് അവൾ താമസിച്ചത്. ക്വാറന്റൈനിലിരുന്ന്, അധിക കാലമൊന്നും ആയ കാര്യമല്ല ഇത്. 15 ദിവസം ക്വാറന്റൈനിൽ മാതാവിനോട് കൂടെ ഇരുന്ന്. അവളുടെ കണ്ടീഷൻ ഇതായിരുന്നു, എനിക്ക് എന്റെ വിശ്വാസം, നിനക്ക് നിന്റെ വിശ്വാസം. കല്യാണത്തിന്റെ ദിവസം ഇദ്ദേഹം പോയി അടുത്തുള്ള ഒരു പാസ്റ്ററിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. പാസ്റ്റർ അവളെ ഓർത്ത് പ്രാർത്ഥിച്ചു. പാസ്റ്റർ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും നാളുകളായിട്ട്, ഇവന്റെ വീട്ടിൽ പോയി സുവിശേഷം അറിയിക്കാൻ ദൈവമേ ഒരു വഴി തുറക്കണേന്ന്. കർത്താവ് കണ്ട വഴിയായിരിക്കും ഇത്, ആർക്കറിയാം. വീട്ടിൽ ചെന്ന് വിളിച്ചു, വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു. രണ്ടുപേരും കൂടെ ബുള്ളറ്റ് കയറി രജിസ്റ്റർ ഓഫീസിൽ പോയി. അവരുടെ വീട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു, പാർട്ടിക്കാരുണ്ടായിരുന്നു. വിവാഹമൊക്കെ നടത്തി അവരിവിടെ വന്നു. ചോദ്യം, വിശ്വാസിയായ സ്ത്രീ അവിശ്വാസിയായ ഒരു പുരുഷനെ വിവാഹം ചെയ്യുവോ? നമ്മൾ വായിക്കുന്ന ഭാഗമായത്. രണ്ടാമത്തെ ഒരു സിനാരിയോ, രണ്ടുപേരും പുറജാതികൾ,
അല്ലെങ്കിൽ അവിശ്വാസികളായിരുന്നപ്പോഴാകാം ഈ വിവാഹം നടന്നത്. ഇപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടു, ഒരാൾ രക്ഷിക്കപ്പെട്ടില്ല. വചനപ്രകാരം എന്ത് ചെയ്യണം? അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? എന്ത് ഉപദേശം കൊടുക്കുമായിരുന്നു? ആലോചിച്ചിട്ടുണ്ടോ? സകല ട്രയൽ ആൻഡ് എറർ മെത്തേഡും നോക്കിയിട്ട് പിന്നെ എല്ലാ ഉപദേശങ്ങളും ഉള്ള ഒരു പുസ്തകമായത്. സ്തോത്രം. എങ്ങനൊക്കെ പോയാലും ഉപദേശമുണ്ട് ഇതിനകത്ത്. സ്തോത്രം. വാക്യത്തിലേക്ക് കടക്കുന്നു. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നു. ഈ ഭാഗത്ത് കാണുന്ന ഉപദേശം അപ്പോസ്തോലന്റെ സ്വന്തം അഭിപ്രായമാണ്. അപ്പോസ്തോലിക ഉപദേശം എന്നർത്ഥം. കർത്താവിന്റെ നേരിട്ടുള്ള കൽപ്പനയല്ല. അത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അനുസരിക്കാൻ തന്ന കാര്യമായത്. അപ്പോസ്തോലിക ഉപദേശങ്ങളാണ് നാം അനുസരിക്കുന്നത്. ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ ഉപേക്ഷിക്കരുത്. ഭർത്താവ് വിശ്വാസിയും ഭാര്യ അവിശ്വാസിയുമായിരുന്നാൽ എന്ത് ചെയ്യണം? ഒരുപക്ഷെ അവർ വിവാഹം കഴിച്ചപ്പോൾ രണ്ടുപേരും അവിശ്വാസികളായിരിക്കാം. ഭർത്താവ് പോയി പ്രസംഗം കേട്ടു, അവൻ രക്ഷിക്കപ്പെട്ടു. തിരിച്ചു വരുമ്പോ എന്തോ ചെയ്യണം? എനിക്കിനി സ്വർഗത്തിൽ പോകണം, അതുകൊണ്ട് നീ ഇനി വീട്ടിൽ പൊക്കോ എന്നാണോ പറയേണ്ടത്? അല്ല. ഇവിടെ പറയുന്നു, ഒരു സഹോദരൻ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവനവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അതായത് ഭാര്യ വിശ്വാസിയും ഭർത്താവ് അവിശ്വാസിയായിരുന്നാലും ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കുവാൻ വ്യവസ്ഥയില്ല. കൊരിന്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ ഉപദേശവും അവരാരാഞ്ഞിരിക്കാം. അവരുടെ എഴുത്തിലുള്ള കാര്യമാ, അതിന്റെ മറുപടിയാ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന കാര്യം ഓർക്കുക. മടങ്ങി വരാം. 14-ാം വാക്യം. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. സ്തോത്രം. അശുദ്ധ മതി. ശ്രദ്ധയോടെ വാക്യം വായിക്കുക. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. ഇവിടെ വിശുദ്ധീകരിക്കപ്പെടും, വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. ഇത് ആന്തരികമായ അല്ലെങ്കിൽ ആത്മികമായുള്ള മാറ്റത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശ്രദ്ധയോടിരിക്കുക. ഇത് ആന്തരികമായോ ആത്മികമായോ ഉള്ള മാറ്റത്തെ അല്ല സൂചിപ്പിക്കുന്നത്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം ഒന്ന് എടുത്താട്ട് അതിന് 4-ാം അധ്യായം 4-5 വേദഭാഗങ്ങൾ. 1 Timothy chapter 4 verse 4 and 5. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നുവല്ലോ. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നു എങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ഇത് ഭക്ഷണത്തിന്റെ കാര്യമാണ്. ഇവിടെ ഭക്ഷണത്തിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ദൈവമഹത്വത്തിനായി ഭക്ഷിക്കേണ്ടതിന് വിശ്വാസി
ഭക്ഷണം വേർതിരിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ വിശ്വാസിയായ ഭാര്യയോ ഭർത്താവോ തങ്ങളുടെ തുണയുടെ മേൽ ആത്മികമായ സ്വാധീനം ചെലുത്തുവാൻ മുഖാന്തരമാക്കുന്നതാണ് വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നതിന്റെ അർത്ഥം. ഒരിക്കൽ കൂടി പറയുന്നു, വിശ്വാസിയായി തീർന്ന ഭാര്യയോ ഭർത്താവോ തങ്ങളുടെ തുണമേൽ ആത്മികമായ സ്വാധീനം ചെലുത്തുവാൻ മുഖാന്തരമാക്കുന്നതാണ് വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന വാക്കിന്റെ അർത്ഥം. വിശ്വാസി അവിശ്വാസിയായ ജീവിത പങ്കാളിയുടെ ആത്മാവിനെ രക്ഷിക്കുമെന്ന് ഇവിടെ അർത്ഥമാക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കരുത്. വിശ്വാസിയായ ഭർത്താവിന്റെ ഒരു അവിശ്വാസിയായ ഭാര്യ വന്നാൽ അവളുടെ ആത്മാവിനെ അത് കാരണം രക്ഷിക്കും, അങ്ങനെ ചിന്തിക്കണ്ട. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചുകൂടാത്ത കാര്യമൊന്നുമല്ല അവന്റെ കൂടെ ജീവിക്കുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. 14 വാക്യം കണ്ണു ചെയ്താട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധർ ആകുന്നു. സ്തോത്രം. ഞാൻ ആ വേദഭാഗം ഒരിക്കൽ കൂടി വായിക്കുന്നു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. വിശ്വാസിയായ തങ്ങളുടെ മാതാവിന്റെയോ അല്ലെങ്കിൽ പിതാവിന്റെയോ ആത്മിക സ്വാധീനത മക്കളുടെ മേലും വരുന്നു. സ്തോത്രം. വിവാഹ ജീവിതത്തിന് അശുദ്ധി സംഭവിക്കാത്തതിനാൽ അതിൽ ജനിക്കുന്ന സന്തതികളും നിയമദൃഷ്ട്യ അംഗീകാര യോഗ്യരാണ്, അല്ലെങ്കിൽ വിശുദ്ധരാണ്. അവരുടെ ജീവിതത്തിൽ അശുദ്ധിയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ജനിക്കുന്ന കുട്ടികൾ, അവരെ നാം അംഗീകരിക്കണം. അവർ വിശുദ്ധരാണെന്ന് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അതിന് സംസർഗം മൂലമുള്ള വിശുദ്ധി അല്ലെങ്കിൽ ഹോളിനെസ് ബൈ അസോസിയേഷൻ എന്ന് പറയാം. ദൈവത്തിന് സ്തോത്രം. സംസർഗം മൂലമുള്ള വിശുദ്ധി, ഇംഗ്ലീഷിൽ ഹോളിനെസ് ബൈ അസോസിയേഷൻ. പുറപ്പാട് പുസ്തകം ഒന്ന് എടുത്താട്ട് 29 അധ്യായം അതിന്റെ 37 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 29 വേഴ്സ് 37. 7 ദിവസം നീ യാഗപീഠത്തിനായി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിക്കണം. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. യാഗപീഠത്തെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. ഹല്ലേലൂയ. നാം കാണുന്നു, അതിവിശുദ്ധമായ യാഗപീഠത്തെ തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. ഹോളിനെസ് ബൈ അസോസിയേഷൻ. പെട്ടെന്ന് മനസ്സിലാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ല് പറഞ്ഞാൽ മതി, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം. മുല്ലയുടെ താഴെ കിടക്കുന്ന ഒരു കല്ല്, അതിന്റെ പൂമ്പൊടി അതിന്റെ മേൽ വീണ് ആ മുല്ലപ്പൂവിന്റെ മണം അതിനും കിട്ടും. അത് മുല്ലപ്പൂവല്ല, പക്ഷെ ആ കല്ലെടുത്ത് നമ്മൾ മണപ്പിക്കുമ്പോൾ മുല്ലപ്പൂവിന്റെ മണം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലെയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഒരു ചോദ്യം. വിശ്വാസിയായ ഭാര്യയോ ഭർത്താവോ മുഖാന്തരം മറ്റേയാൾ വിശുദ്ധീകരിക്കപ്പെടുന്നു, കുഞ്ഞുങ്ങളും വിശുദ്ധരാകുന്നു. അങ്ങനെയെങ്കിൽ അവരെ സ്നാനപ്പെടുത്തിക്കൂടെ? ഒരു വിശുദ്ധരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ സ്നാനപ്പെടുത്തിക്കൂടെ? എന്തോ തടസ്സം? വിശുദ്ധന്മാരെ സ്നാനപ്പെടുത്തുക എന്നല്ല, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്നതാണ് സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം.
സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം എല്ലാവർക്കും കാണപ്പാടും അറിയാവുന്ന വാക്യമായിരിക്കുമല്ലോ. മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 16. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്തോത്രം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അത് വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞേക്കുന്ന കാര്യമാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യം സ്നാനത്തിന് ആധാരമായിട്ട് എടുക്കേണ്ടതല്ല. ഇവിടുത്തെ വിഷയം സ്നാനമല്ല, വിവാഹമാണ്. ഇവിടെ പറയുന്ന വിശുദ്ധി വിവാഹ ജീവിതത്തിലെ വിശുദ്ധിയാണ്. അത് സംസർഗം മൂലമുള്ള വിശുദ്ധി, പ്രത്യേകമായിട്ട് പറഞ്ഞ. അതുകൊണ്ട് ഈ ചില വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത്. സ്തോത്രം. 15-ാം വാക്യം. അവിശ്വാസി വേർപിരിയുന്നു എങ്കിൽ പിരിയട്ടെ, ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കില്ല, എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ, ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല, എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കുക. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. അതായത് അവിശ്വാസിയായ പങ്കാളി വിവാഹബന്ധത്തിൽ നിന്ന് വേർപിരിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശ്വാസി അതിന് തടസ്സമായി നിൽക്കരുത്. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. മറ്റൊരർത്ഥം കൂടി അതിനുണ്ട്. ഒരു വിശ്വാസിയായ നീയായിട്ട് പിരിയാൻ നിൽക്കണ്ട. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. പിന്നെ നാം വായിക്കുന്നു, ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല. ഇതിൽ കൂടി ഒരു വിശ്വാസി കർത്താവിന്റെ കൽപ്പനയിൽ നിന്ന് സ്വതന്ത്രനാണ്. എന്താണ് കർത്താവിന്റെ കൽപ്പന? മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം എന്നെടുത്താട്ട് മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 9. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല, ഒരു ദേഹം അത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. നീയായിട്ട് പിരിയാൻ നിൽക്കണ്ട, എന്നാൽ നിന്റെ അവിശ്വാസിയായ ജീവിത പങ്കാളി നിന്നെ പിരിവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പൊക്കോട്ടെ, നീ തടസ്സമായിട്ട് നിൽക്കണ്ട. ഇതിൽ കൂടി വിശ്വാസിയായ നീ കർത്താവിന്റെ കൽപ്പനയിൽ നിന്ന് സ്വതന്ത്രനായി. പിന്നെ നാം വായിക്കുന്നു, എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അവിശ്വാസി പിരിഞ്ഞാലും ഒരുമിച്ച് പാർത്താലും അത് അംഗീകരിച്ച് സമാധാനം പുലർത്തണം. വിശ്വാസിയായ നീ ഒരുപക്ഷെ അവിശ്വാസിയായ നിന്റെ ഭർത്താവ് പിരിഞ്ഞു പോയെന്ന് വിചാരിക്കുക. അവന്റെ പുറകിന് പോയി അവനെ അടിക്കാൻ നിൽക്കരുതെന്ന്. സ്തോത്രം. ഇവിടെ പറയുന്നു, അവിശ്വാസി പിരിഞ്ഞാലും ഒരുമിച്ച് പാർത്താലും കൊള്ളാം, അത് അംഗീകരിച്ച് സമാധാനം പുലർത്തണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 15. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്.
നന്ദിയുള്ളവരായും ഇരിക്കുവിൻ. സ്തോത്രം. ഇവിടെ പറയുന്നു ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. വഴക്കുണ്ടാക്കാൻ പോകണ്ടെന്ന്. സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. 16-ാം വാക്യം. സ്ത്രീയെ, നീ ഭർത്താവിന് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ, നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? സ്തോത്രം. സ്ത്രീയെ, നീ ഭർത്താവിന് രക്ഷ വരുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ, നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തുമെന്ന് നിനക്കെങ്ങനെ അറിയാം? വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തിനുള്ള ഏക ന്യായം എന്ന് പറയുന്നത് അവിശ്വാസിയെ കൂടി നേടാമെന്നുള്ള പ്രത്യാശയ. ഒരൊറ്റ പ്ലസ് പോയിന്റേ ഉള്ളതിന്. ഇതിൽ കൂടി പറയുന്നു, വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തിനുള്ള ഒരേ ഒരു ന്യായം അവിശ്വാസിയെ കൂടി ദൈവസന്നിധിയിലേക്ക് നേടാം എന്നുള്ള നമ്മുടെ പ്രത്യാശയ. എന്നാൽ ഒരുമിച്ച് പാർത്താലും അവിശ്വാസിയായ സ്ത്രീയോ പുരുഷനോ വിശ്വാസത്തിലേക്ക് വരുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉറപ്പുണ്ടോ? നല്ലൊരു ശതമാനം നിന്റെ ജീവിതം നോക്കിയായിരിക്കും അവൻ വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പണി കാണിച്ച് കല്യാണം കഴിക്കാൻ പോയെങ്കിൽ അതിനുള്ള സാധ്യതയും കുറവാ. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലൻ ഉപദേശിക്കുന്നു, സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേർപിരിയുന്നെങ്കിൽ വേർപിരിയട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത രൂപപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. രണ്ട് വ്യത്യസ്ത ആശയങ്ങളില്, രണ്ടും രണ്ടറ്റത്താ കിടക്കുന്നത്. അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന രണ്ടുപേരാണെങ്കിൽ അവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത രൂപപ്പെടാനുള്ള സാധ്യത ഒത്തിരിയാ. ഞാൻ മുൻപേ പറഞ്ഞ എക്സാമ്പിൾ ഒരിക്കൽ കൂടി എടുക്കുന്നു. കോഴിക്കോട്ട് പോയി വിവാഹം കഴിച്ച കുട്ടി. ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഞാൻ പറയാം, അവര് തിരിച്ചു വന്നു. ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുന്നത് അവര് നാട്ടിലാണെന്ന് സങ്കല്പിക്കുക. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കൊച്ച് പെന്തക്കോസ്ത് വിശ്വാസിയ. കുറച്ച് കഴിയുന്ന അവളുടെ ഉള്ളില് ആഗ്രഹങ്ങൾ വരാം. എനിക്ക് സഭാഹോളിൽ പോയി ദൈവത്തെ ആരാധിക്കണം, അല്ലെങ്കിൽ എനിക്ക് കർത്തൃമേശ എടുക്കണം, നിത്യതയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വരാം. ഒരുപക്ഷെ അവൾ ഭർത്താവിനോട് പറയാം. അവരുടെ എഗ്രിമെന്റ് അനുസരിച്ച് ഒരു പക്ഷേ അവൻ സമ്മതിച്ചെന്നിരിക്കാം. ഇപ്പോൾ രാവിലെ വെള്ളസാരിയൊക്കെ ഉടുത്തിട്ട് സഭാഹോളിലേക്ക് പോകുന്നുണ്ടേ കൂടെയുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ സുഹൃത്തുക്കളെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കുക, എന്തോ വാടേ ഇത്. ഒരുപക്ഷെ അവന് നാണക്കേടുണ്ടായെന്നിരിക്കാം. പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്തെന്നിരിക്കാം. ഒരുപക്ഷെ വീട്ടില് അന്ന് പ്രാർത്ഥിച്ചൊക്കെ വിട്ട പാസ്റ്റർ അല്ലേ,
വീട്ടിലൊരു മീറ്റിംഗ് സ്ഥിരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം. അവൾക്കൊരു പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വന്ന് പറയും. ഒരു പക്ഷെ അവൻ സമ്മതിച്ചെന്നിരിക്കും. പക്ഷെ ഇതൊക്കെ അറിയുന്നുണ്ട്. നാട്ടുകാർ ചോദിക്കുന്നത് എന്താ? മനുഷ്യര് കളിയാക്കും. നീ എന്നാടേ ബന്ധക്കോസിൽ പോകുന്നതെന്നൊക്കെ ചോദിക്കാം. പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാ. അതുകൊണ്ട് എന്നെ കേട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വിശ്വാസത്തിലുള്ള പിള്ളേരെ കേട്ടാവും. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിനകത്ത് വന്നിട്ട് ഒരുത്തൻ പോകണമെങ്കിൽ പൊക്കോട്ടെ എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അതിനല്ലല്ലോ കെട്ടുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വിശ്വാസിയായ പങ്കാളിയെ ലഭിക്കാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക, മാതാപിതാക്കളും പ്രാർത്ഥിക്കുക. സ്തോത്രം. അധ്യായത്തിന്റെ 3-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നു. 17 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ. വിളിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ തുടരുക. 17-ാം വാക്യം, verse 17. എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുക്കുന്നത് പോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞങ്ങൾ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത്. എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാട്ടെ. Only let each person lead the life that the Lord has assigned to him and to which God has called him. This is my rule in all the churches. സ്തോത്രം. Only let each person lead the life that the Lord has assigned to him and to which God has called him. This is my rule in all the churches. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, the Lord has assigned to him. ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. മലയാളത്തിൽ എഴുതിയിരിക്കുന്നു കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെ. എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഭാര്യയോ ഭർത്താവോ രക്ഷിക്കപ്പെടുന്നെങ്കിൽ ഒന്നിച്ചു വസിക്കുന്നതിൽ തെറ്റില്ല. അതല്ല, പുറജാതിക്കാരിയോ പുറജാതിക്കാരനോ ആയ ഒരു ഭർത്താവിനോട് കൂടെയോ അല്ലെങ്കിൽ ഭാര്യയോടുകൂടെയോ ജീവിക്കാനാണ് കർത്താവ് നിന്നെ വിളിച്ചതെങ്കിൽ അങ്ങനെ തന്നെ പോവുക. ഇനിയുള്ള ഭാഗങ്ങളിൽ ഇതോടുള്ള ബന്ധത്തിൽ ഇവിടെ രക്ഷിക്കപ്പെട്ടവൻ പുറജാതി, ഈ രണ്ട് കാര്യങ്ങളാണ് കമ്പയർ ചെയ്യുന്നത്. ഈ പാരഗ്രാഫ് ഞാൻ എടുക്കാനുള്ള കാരണം, ഇനി രണ്ട് കമ്പാരിസൺസൂടെ അപ്പോസ്തലനായ പൗലോസ് ഇതോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. അതും കൂടി ചേർന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് മനസ്സിലാക്കാൻ കുറച്ചൊരു പ്രയാസം ഉള്ളത് കൊണ്ട്, കാരണം ഈ വാക്യങ്ങളുടെ മുൻപ് ഞാൻ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. കാരണം ഇനിയുള്ള വാക്യങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ പറയാം, എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. 18-ാമത്തെ വാക്യം, ഒരുത്തൻ പരിച്ഛേദനയോടെ വിളിക്കപ്പെട്ടുവോ അഗ്രചർമ്മം വരുത്തരുത്. ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ പരിച്ഛേദന ഏൽക്കരുത്. സ്തോത്രം. ഒരുത്തൻ പരിച്ഛേദനയോടെ വിളിക്കപ്പെട്ടുവോ അഗ്രചർമ്മം വരുത്തരുത്. ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ പരിച്ഛേദന ഏൽക്കരുത്. കൊരിന്തിലുള്ള വിശ്വാസികൾ അവർ പരിച്ഛേദനയെ സംബന്ധിച്ചും ചോദിച്ചതിനാൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള മറുപടിയും പൗലോസ് ഇവിടെ നൽകുകയാണ്. ഇവിടെ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ക്രിസ്ത്യാനികളായവരെ ഉദാഹരിച്ചുകൊണ്ട് ഈ ഭാഗം വിശദീകരിക്കുന്നു. മുകൾ പറഞ്ഞ വിഷയത്തോട് അനുബന്ധിച്ചു തന്നെ മറ്റൊരു വിഷയം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അവതരിപ്പിക്കുക ചെയ്യുന്നത്. പരിച്ഛേദന, അഗ്രചർമ്മം. ഇവിടെ നിന്ന് വായിച്ചു, ഒരുത്തൻ പരിച്ഛേദനയോടെ, ഇത് യഹൂദനെ കുറിക്കുന്നു. ഒരുത്തൻ
പരിച്ഛേദനയോട് വിളിക്കപ്പെട്ടുവോ? അഗ്രചർമ്മം വരുത്തരുത്. അതായത് ഒരു യഹൂദൻ ക്രിസ്ത്യാനിയാകുമ്പോൾ പരിച്ഛേദനയുടെ അടയാളം മാറ്റുവാൻ തക്കവണ്ണം അവൻ ശ്രമിക്കേണ്ട. സ്തോത്രം. പിന്നെ നാം വായിക്കുന്നു, ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ? അഗ്രചർമ്മത്തോടെ, ഇത് പുറജാതിയെ കുറിക്കുന്നു. ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ? പരിച്ഛേദന ഏൽക്കരുത്. അതായത് പുറജാതിക്കാരൻ രക്ഷയിലേക്ക് വന്നാൽ പരിച്ഛേദന ഏൽക്കണ്ട. ഈ ന്യായപ്രമാണ തൽപരര് മറിച്ച് നിഷ്കർഷിച്ചിരുന്നു. അതായത് യഹൂദന്മാരായിട്ടുള്ളവര് പരിച്ഛേദനയൊക്കെ ഏറ്റ് വിശ്വാസത്തിൽ വന്ന ആളുകള് പിന്നീട് വിശ്വാസത്തിലേക്ക് വരുന്ന ജാതികളായിട്ടുള്ള ആളുകളെ പരിച്ഛേദന ഏൽക്കുവാൻ തക്കവണ്ണം നിർബന്ധിച്ചിരുന്നു. അത് നമ്മള് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അതൊരു വലിയ വിഷയമായിരുന്നല്ലോ, നമ്മൾ പഠിച്ച കാര്യമാണത്. ദൈവത്തിന് സ്തോത്രം. കൗൺസിലൊക്കെ കൂടിയതിന്റെ ഒരു കാരണം അതായിരുന്നല്ലോ. സ്തോത്രം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുത്താട്ട് 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 6. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. സ്തോത്രം. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. ദൈവസഭയിൽ ഇത് രണ്ടും ആവശ്യമില്ല എന്ന് സാരം. 19-ാം വാക്യം. പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. പരിച്ഛേദനയൊന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. പരിച്ഛേദനയൊന്നുമില്ല. പുതിയ വ്യവസ്ഥിതിയിൽ ബാഹ്യ അടയാളങ്ങൾക്ക് സ്ഥാനമില്ല. അതായത് പരിച്ഛേദന നേരത്തെ ഏറ്റതാണെങ്കിൽ അതിൽ ലജ്ജിക്കേണ്ട. അഗ്രചർമ്മവും ഒന്നുമില്ല, ഇല്ലെങ്കിൽ അത് അന്വേഷിക്കുകയും വേണ്ട. ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്നുകൂടെ എടുത്താട്ട് 6-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 15. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഇവിടെ നാം വായിക്കുന്നു, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. 20-ാം വാക്യം. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. ഈ ഭാഗം കുറച്ച് പ്രയാസം മനസ്സിലാക്കാൻ. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. വിളി ദൈവത്തിൻ്റെതാണ്. ഏതവസ്ഥയിൽ ഇരിക്കുമ്പോഴാണോ നിന്നെ വിളിച്ചത് ആ നിലയിൽ തന്നെ തുടരുക. സ്തോത്രം. ഇത് പരിച്ഛേദനയും അഗ്രചർമ്മവും തമ്മിലുള്ള വിഷയം. ഇതിൽ തന്നെ മൂന്നാമത് വേറൊരു വിഷയം കൂടി അപ്പോസ്തലനായ പൗലോസ് അവതരിപ്പിക്കുന്നു. മൂന്നാമത്തെ വിഷയം, അതില് സ്വതന്ത്രൻ ദാസൻ എന്ന വിഷയം. 21-ാം വാക്യം. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ? വ്യസനിക്കരുത്. സ്വതന്ത്രൻ ആകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ? വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നീ ദാസനായിട്ടാണോ വിളിക്കപ്പെട്ടത്? അതിൽ വ്യസനിക്കേണ്ടെന്ന്. അതായത് ഒരുവൻ അടിമയായിട്ടിരിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടതെങ്കിൽ അതിൽ ക്ലേശിക്കരുത്, അതിൽ വിഷമിക്കേണ്ട. അടിമയ്ക്കും ഒരു ഉത്തമ ക്രിസ്ത്യാനി ആയിരിക്കുവാൻ തക്കവണ്ണം കഴിയും. സ്തോത്രം. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ? വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. സ്വതന്ത്രനായെങ്കിലേ ഒരു ഉത്തമ ക്രിസ്ത്യാനി ആയിരിക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കരുത്.
ദൈവം നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ നൽകി തരുന്നുണ്ടേ, പിന്നെ നമുക്ക് ആരാധനയ്ക്കൊന്നും സമയം കിട്ടുകയില്ല. ജോലിയുടെ തിരക്ക് കാരണം ദൈവത്തെ ആരാധിക്കാൻ സമയം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ജോലി ദൈവം എടുത്ത് കളയണമെന്നാണോ? അതുപോലെ ഞാൻ ജോലിയുടെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ മറ്റു പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. സ്വതന്ത്രനായെങ്കിലേ ഒരു ഉത്തമ ക്രിസ്ത്യാനി ആയിരിക്കുവാൻ കഴിയൂ എന്ന് നാം ചിന്തിക്കരുത്. എല്ലാം കഴിഞ്ഞിട്ട് ആരാധിക്കുവാൻ തക്കവണ്ണം സമയം കിട്ടണമെന്നില്ല. സ്തോത്രം. എന്നാൽ ഒരു പുറജാതി യജമാനൻ സ്വാതന്ത്ര്യം നൽകുവാൻ തക്കവണ്ണം തയ്യാറായാൽ ക്രിസ്ത്യാനിയായ അടിമ അത് നിഷേധിക്കുകയും വരുത്. നിന്റെ യജമാനൻ പറയുകയാണ്, പുറജാതിയായ ഒരു യജമാനൻ പറയുകയാണ്, നീ പൊക്കോ, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാല്, അല്ല അത് വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, അങ്ങനെ പറയാനും നിൽക്കണ്ട. ഈ ഇംഗ്ലീഷിലുള്ള ആ വാക്യം ഒന്ന് ഇംഗ്ലീഷിലൊന്ന് വായിച്ചിട്ട്. Were you a slave when called? Do not be concerned about it. But if you can gain your freedom, avail yourself of the opportunity. ഞാൻ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനാണ് വായിച്ചത്. ആ വാക്യത്തിനൊരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇഫ് യു ക്യാൻ ഗെയിൻ യുവർ ഫ്രീഡം, avail yourself of the opportunity. ഇവിടെ നാം വായിച്ചു, സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. സ്വതന്ത്രനായെങ്കിലേ ഒരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കുവാൻ കഴിയൂ എന്ന ചിന്ത വേണ്ട. എന്നാൽ ഒരു പുറജാതി യജമാനൻ നിനക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ തക്കവണ്ണം തയ്യാറായാൽ ക്രിസ്ത്യാനിയായ അടിമ അത് നിഷേധിക്കേണ്ട കാര്യവുമില്ല. കാരണം ദാസനെ സ്വതന്ത്രനാക്കുന്നത് തന്റെ ആത്മാവിന് രക്ഷ ലഭിക്കുന്നതിനുള്ള ഒരു സൽപ്രവൃത്തിയായി ചില കാലത്തുള്ള യജമാനന്മാർ ചിന്തിച്ചിരുന്നു. ചില കാലഘട്ടത്തിൽ ഇപ്രകാരം യജമാനന്മാർ ചിന്തിച്ചിരുന്നു, ദാസനെ സ്വതന്ത്രനാക്കുന്നത് തന്റെ ആത്മാവിന് രക്ഷ ലഭിക്കും. സ്തോത്രം. അതുകൊണ്ട് പുറജാതിയായ യജമാനൻ നിന്നെ സ്വതന്ത്രനാക്കുവാൻ തക്കവണ്ണം ഇച്ഛിച്ചാൽ നീ സ്വതന്ത്രനാകുന്നതിൽ തെറ്റൊന്നുമില്ല. 22-ാം വാക്യം. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രൻ ആകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. ഈ വാക്യം മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. പ്രകാരം എഴുതിയിരിക്കുന്നത്, ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. ദാസനായി, അതായത് ലോകപ്രകാരമുള്ള ഒരു യജമാനന്റെ ദാസനായി അല്ലെങ്കിൽ മറ്റൊരുവന്റെ ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. എന്ത് സ്വാതന്ത്ര്യമാണ് അവൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതാ അവൻ പ്രാപിച്ചത്. ഞാൻ താഴോട്ട് ആ വേദഭാഗങ്ങൾ പറയാം. ഇവിടെ നാം വായിക്കുന്നു, ദാസനായി, അതായത് ലോകപ്രകാരമുള്ള യജമാനന്റെ ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. അതായത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ, അതായത് രക്ഷിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ അടിമയാകുന്നു. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം. ലോകപ്രകാരമുള്ള ഒരു യജമാനന്റെ ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ അവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു, പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്നൊക്കെയും സ്വാതന്ത്ര്യം പ്രാപിച്ചു. അപ്പോൾ തന്നെ അവൻ കർത്താവിന്റെ അടിമയായി തീർന്നു.
ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. 23-ാം വാക്യം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. രണ്ട് വേദഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. 1 Corinthians chapter 6 verse 19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലേ? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നമ്മൾ പഠിച്ച വേദഭാഗമാ. പാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. രണ്ടാമതൊരു വേദഭാഗം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് chapter 3 verse 13. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അവൻ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി, പാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മനുഷ്യർക്ക് ദാസന്മാരാകരുത്. ഇത് ആത്മീയമായി ചിന്തിക്കുക. ക്രിസ്തുവിന്റെ രക്തം തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അവന്റെ ദാസന്മാരായ നാം പാപസംബന്ധമായിട്ട് മറ്റൊരു വ്യക്തിക്കും ദാസന്മാരാകരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം തന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. നാം അവന്റെ ദാസന്മാരായി തീർന്നു. ഇനി പാപസംബന്ധമായിട്ട് നാം ഒരു വ്യക്തിക്കും ഒരു മനുഷ്യനും ദാസന്മാരാകരുത്. ഇത് ജോലി സംബന്ധമായിട്ടല്ല പറയുന്നത്. നാളെ മുതല് ക്രിസ്തുവിന്റെ ദാസനായതുകൊണ്ട് ജോലി ഉപേക്ഷിച്ചിട്ട് ആ സമയത്ത് മീറ്റിങ്ങിന് പോകാന്നൊന്നും പറയരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവഹിത പ്രകാരമുള്ള ഏത് ജോലിയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലോകപ്രകാരമുള്ള ഒരു യജമാനന് നീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദൈവഹിത പ്രകാരം അത് ചെയ്യുക. അപ്പോൾ തന്നെ ഓർക്കണം, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു നിന്നെ വിലയ്ക്ക് വാങ്ങി. നീ അവന്റെ അടിമയാണെന്ന് ഓർത്തുകൊള്ളണം, അവന്റെ ദാസനാണ് എന്ന് ഓർത്തുകൊള്ളണം. മനസ്സിലാക്കുവാൻ കുറച്ച് പ്രയാസമുള്ള ഒരു വേദഭാഗമാണിത്. 24-ാം വാക്യം. സഹോദരന്മാരെ, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. വീണ്ടും പറയുന്നു, സഹോദരന്മാരെ, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതിനാൽ ഒരു അടിമയ്ക്ക് പോലും ദൈവത്തിന്റെ സഖിത്വം ലഭിക്കുന്നു എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഓരോരുത്തരും വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. ഹല്ലേലൂയ. ഈ പാരഗ്രാഫിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം വിവാഹത്തോടുള്ള ബന്ധത്തിലാണ്. താഴേക്ക് വന്നപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ പുറജാതി ഭാര്യ ഭർത്താക്കന്മാരിൽ ഇങ്ങനെയുള്ളവര് വരാം. അതോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗങ്ങൾ വിശദീകരിച്ചിട്ട് വീണ്ടും കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ പരിച്ഛേദനയെ സംബന്ധിച്ച് ചോദിച്ചതിനാൽ പരിച്ഛേദന അഗ്രചർമ്മം എന്ന വിഷയത്തിലേക്ക് അപ്പോസ്തലനായ പൗലോസ് കടക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെ വിഷയം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ ദാസൻ സ്വതന്ത്രൻ എന്ന വിഷയവും പൗലോസ് ഈ ഭാഗത്ത് ഹല്ലേലൂയ കൊരിന്ത്യയിലുള്ള മക്കളെ അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. 2ഉം 3ഉം ഭാഗങ്ങളാണ് നമ്മൾ തീർത്തത്. അതിന്റെ 4ാമത്തെ ഭാഗം ഹല്ലേലൂയ ദൈവം അനുവദിച്ചാൽ ഹല്ലേലൂയ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതിന്റെ 25 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങൾ അവിവാഹിതരോടുള്ള ഉപദേശം. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. കേട്ട
വേദഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.